ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വിവാഹ സാഫല്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നായർ യുവതിയുടെ ബയോഡാറ്റയാണ്. കുട്ടി അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. MSc ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കേട്ടോ. കുട്ടി നല്ല ഹൈറ്റൊക്കെ ഉള്ള കുട്ടിയാണ്. 162 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. നക്ഷത്രം കാർത്തികയാണ്. പിന്നെ അതേപോലെ തന്നെ വീണ എന്നാണ് കുട്ടീൻ്റെ പേര്. ഈ കുട്ടി തൃശ്ശൂരാണ് വീട് വരുന്നത് കേട്ടോ. അച്ഛന് ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലിയാണ്. അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ അവർക്ക് ഒരു അമേരിക്കയിലുള്ള കേസ് തന്നെയാണ് അവർ കൂടുതലും നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ആരെങ്കിലും അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരുണ്ടോ ഗൈഡ്സ്? അങ്ങനെ ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റ എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരിക. അപ്പോൾ നമുക്ക് ഇവരുമായിട്ട്, കാരണം ഇതൊക്കെ വളരെ കുറച്ച് വരുന്ന കേസുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബന്ധം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അമേരിക്കയിലൊക്കെ ജോലിയുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിക്കുക. അതല്ല നിങ്ങളെ റിലേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഡാറ്റ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ അമേരിക്കയിലുള്ളൊരു കുട്ടീനെ വേണമെന്നൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് എൻ്റെ ബയോഡാറ്റ അയച്ചു കൊടുക്കാം. അപ്പോൾ ഇവരും തന്നെ, കാരണം ഒരുപാട് ബന്ധങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പറ്റിയ 33 വയസ്സുള്ള കുട്ടിയാണേ. അപ്പോൾ അമേരിക്കയിലുള്ള ഒരു 10, 35, 40 വയസ്സായാലും 42 വയസ്സായാലും അവർ നോക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബയോഡാറ്റകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും, ജാതകത്തിൽ ദോഷമോ ശുദ്ധമോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മളടുത്ത്. അപ്പോൾ ദോഷജാതകമായാലും ശുദ്ധജാതകമായാലും ഇനിയിപ്പോൾ അവർക്ക് ജാതകത്തിൽ വലിയ ഡിമാൻഡ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നാൾപ്പൊരുത്തം നോക്കിയാൽ മതി എന്നൊക്കെ പറയണം. കാരണം ഇവർക്ക് ചോദിച്ചൊരു ബന്ധം കിട്ടുക, കാരണം 33 വയസ്സൊക്കെ ആയില്ലേ. അതുകൊണ്ട് ഇവർക്ക് പറ്റണ ഒരു ബന്ധം കിട്ടാത്തത് കൊണ്ട് അവർ പറയണു ഇപ്പോൾ ജാതകമൊന്നും നമുക്ക് മസ്റ്റായിട്ടും നോക്കണം എന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതേമാതിരി അവർ നായരാണ്, നമ്പ്യാർ, മേനോൻ, അതേമാതിരി ഈ നമ്പീശൻ, ഇങ്ങനെയുള്ള എല്ലാ സബ് കാസ്റ്റും അവർ നോക്കും. ഇപ്പോൾ നായർ വിഭാഗത്തിലുള്ള എല്ലാ സബ് കാസ്റ്റുകളും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നായർ തന്നെ വേണമെന്നൊന്നും നമ്മളെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ബയോഡാറ്റയിൽ ഇവർ വലിയ സാമ്പത്തികമുള്ളവരൊന്നും അല്ല കേട്ടോ ഗേൾസ്. അവർ കുട്ടി പഠിച്ച് വിദേശത്ത് പോയി ജോലിയായി എന്ന് മാത്രം. അത്യാവശ്യം നല്ല ജോലി തന്നെയാണ്. MSc ആണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. MSc ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ബയോഡാറ്റ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഇവരുടെ നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ വീണ്ടും എന്നും പറയുന്നത് പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കണം. നിങ്ങളാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളാണ് എൻ്റെ വീഡിയോയുടെ മുന്നോട്ടുള്ള എല്ലാ പ്രചോദനവും നിങ്ങളാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുക, എൻ്റെ വീഡിയോ എന്നും കാണുക. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയെങ്കിലും പറയാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരിലേക്കും എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണമെന്നും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഡെയിലി എൻ്റെ വീഡിയോ വീക്ഷിക്കണമെന്നും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവർക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കല്യാണം വേണമെന്നൊന്നും പറയണില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നമുക്ക് അവിടെ ഇരുന്നും കൊണ്ട് തന്നെ അവരെ പിക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നാട്ടിലിപ്പോൾ എവിടെയാണെങ്കിലും
പയ്യന് അമേരിക്കയിൽ ജോലി, ഇവരിപ്പോൾ തൃശ്ശൂർക്കാരാണല്ലോ. അപ്പോൾ അവർക്കിപ്പം മലപ്പുറത്തുള്ള ആൾക്കാരായാലും ഇപ്പോൾ തൃശ്ശൂരുള്ള ആളായാലും തിരുവനന്തപുരത്തുള്ള ആളായാലും എവിടെയുള്ള ആളാണെങ്കിലും ആൾ വിദേശത്ത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നന്നായിരുന്നു എന്ന് മാത്രമാണ് അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് തൊട്ടടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വീണ്ടും വേറൊരു രീതിയിലുള്ള ബയോഡാറ്റയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ശുഭരാത്രി. ഓക്കെ ഗൈഡ്സ്.